ഡൽഹി ചെങ്കോട്ടയ്ക്ക് പരിസരത്തുണ്ടായ സ്ഫോടനത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. UAPA പ്രകാരം പോലീസ് കേസെടുത്തു. അന്വേഷണം NIA ഏറ്റെടുത്തേക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ സുരക്ഷാ അവലോകന യോഗം ചേർന്നു. ഇന്നലെ വൈകിട്ട് നടന്ന സ്ഫോടനത്തിൽ ഇതുവരെ 12 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 20-ലധികം പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവസ്ഥലത്ത് നിന്ന് സജു തോമസ് വിവരങ്ങൾ നൽകും. സജു, NIA അന്വേഷണം ഏറ്റെടുക്കാനുള്ള സാധ്യതകൾ നിലവിൽ കാണുന്നു. അതിനൊപ്പം ഇപ്പോൾ പുരോഗമിക്കുന്ന അന്വേഷണത്തിൽ എന്തൊക്കെ കൂടുതൽ വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുന്നു? ജിൽസി, പ്രധാനമായിട്ട് ഇപ്പോൾ അന്വേഷണം NIAക്ക് വിടാൻ വേണ്ടി ഒരുങ്ങുകയാണ്. എന്തായാലും ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ അതിന് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അല്പസമയത്തിനകം ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. വൈകിട്ട് ഇപ്പോൾ പ്രത്യേക യോഗമൊക്കെയും ചേരുന്നുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ യോഗമാണ് വൈകിട്ട് നടക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഡൽഹി അല്ലെങ്കിൽ രാജ്യതലസ്ഥാനത്തെ നടക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും NIAയുടെ ഭാഗത്ത് നിന്നൊപ്പം തന്നെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കിയത് NSGയുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം ഏകദേശം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അവരൊക്കെ ഇവിടുന്ന് മടങ്ങുന്ന കാഴ്ചയാണ് അല്പസമയം മുൻപ് നമ്മൾ കണ്ടത്. ഇപ്പോഴും ഈ ക്രൈം സീനിൽ ഡൽഹി പോലീസിൻ്റെ അതോടൊപ്പം തന്നെ ഫോറൻസിക്കിൻ്റെ ഉദ്യോഗസ്ഥർ തുടരുകയാണ്. ഇവിടുത്തെ മുഴുവൻ സുരക്ഷയും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഉദ്യോഗസ്ഥരും ഇപ്പം നിലവിലുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ചില വസ്തുതകളെന്ന് പറയുന്നത് ഈ വാഹനം ഓടിച്ചിരുന്ന വ്യക്തിയെ ഇപ്പോൾ ഏകദേശം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതിലൊരു വ്യക്തത കൂടി വരേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഈ പേര് പുറത്തുവിടുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഫരീദാബാദിലെ തീവ്രവാദ അല്ലെങ്കിൽ ഭീകരവാദ മൊഡ്യൂളുമായിട്ട് ഈ വാഹനം ഓടിച്ചിരുന്ന ഉമറിന് ബന്ധമുണ്ട് എന്നാണ് ഇപ്പോൾ നിലവിൽ ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ സ്ഥിരീകരണം അല്പസമയത്തിനകം ഉണ്ടാകും. ആദ്യം ഈ കാറ് 4 പേരുടെ നിന്ന് കൈമാറിയാണ് ഏറ്റവും ഒടുവിലായിട്ട് ഉമറിൻ്റെ പക്കലേക്ക് ഈ വാഹനം എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യ ഉടമ സൽമാൻ, പിന്നീട് രവീന്ദർ, അതിനുശേഷം അമീർ, പിന്നീട് ജമ്മുകാശ്മീർ സ്വദേശി താരിഖിന്റെ പക്കൽ ഈ വാഹനം എത്തുന്നു. താരിഖിന്റെ കയ്യിൽ നിന്നാണ് ഉമർ ഈ വാഹനം വാങ്ങുന്നത്. ഉമർ മുഹമ്മദാണ് ഈ വാഹനം ഓടിച്ചത് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇയാൾ ഫരീദാബാദിലെ അൽ ഫലാഹ് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണെന്നും ഇപ്പോൾ സംശയമുണ്ട്. അതിലൊക്കെ സ്ഥിരീകരണം വരേണ്ടതായിട്ട് അതുകൊണ്ട് തന്നെ ഫരീദാബാദിലെ വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോൾ പരിശോധന ഊർജിതമാക്കിയിരിക്കുകയാണ്. വിവിധ ഇടങ്ങളിലാണ് പോലീസിന്റെ പരിശോധന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ ഈ കാര്യങ്ങളൊക്കെയും വ്യക്തമാക്കിയിരുന്നു. കൃത്യമായിട്ട് വൈകിട്ടോട് കൂടി ഇതുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ അന്വേഷണ ചുമതല NIAക്ക് കൈമാറുമെന്നാണ് മനസ്സിലാക്കുന്നത്. ചാവേർ ആക്രമണമാണ് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് നിലവിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ കാറിലുണ്ടായിരുന്നത് 3 പേരാണെന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതിലൊരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും വൈകിട്ടോട് കൂടി കൂടുതൽ തെളിവുകളൊക്കെ ലഭിക്കും. എന്തായാലും ഇന്നലെ വൈകിട്ട് 6:50 നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ മുതൽക്ക് തന്നെ ഇവിടെ വിവിധ സേനകളുടെ ഭാഗത്തുനിന്ന്, വിവിധ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തുനിന്ന് അന്വേഷണം ഉണ്ടായിരുന്നു. അവരൊക്കെയും പ്രത്യേകമായ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച് ആഭ്യന്തരമന്ത്രിക്ക് അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ട് പഠിച്ചതിന് ശേഷമായിരിക്കും എന്തായാലും ഒരു ഒരു ചാവേർ ആക്രമണമാണ് നടന്നത് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് രാജ്യം എത്തുന്നു. അതിനപ്പുറത്തേക്ക് ഈ ആളുകൾ പദ്ധതി ഇട്ടിരുന്നത് ചാന്ദിനി ചൗക്കിൽ സ്ഫോടനം നടത്താനായിരുന്നു. പക്ഷേ ആസൂത്രണം പാളി എന്നുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘം പുറത്തുവിടുന്നത്. അതിലെന്താണ് അവർ വിശദീകരിക്കുന്നത്? ജിൽസി, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വാഹനം 3:18 കൂടിയാണ് ഈ ലാൽഖിലയിലേക്ക് റെഡ് ഫോർട്ടിന്റെ പരിസരത്തേക്ക് ഈ വാഹനം എത്തുന്നത്. അതിനുശേഷം ഒരു മസ്ജിദിന് സൈഡിലായിട്ട് ഈ വാഹനം കുറച്ചു നേരം പാർക്ക് ചെയ്തു. പിന്നീട് റെഡ് ഫോർട്ടിലെ പാർക്കിംഗ് ഏരിയയിൽ 3 മണിക്കൂറോളം ഈ വാഹനം പാർക്ക് ചെയ്തിരുന്നു. അതിനുശേഷം ഏറ്റവും ഒടുവിലായി 6:28 ഈ വാഹനം പാർക്കിംഗ് ഏരിയയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത്. 6:28 ഈ വാഹനം 6:48 ഈ വാഹനം പുറത്തേക്ക് ഇറങ്ങുന്നു. 6:48 I-20 വാഹനം പുറത്തേക്ക് ഇറങ്ങുന്നു. അതിൽ 2 പേരുണ്ടെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന നിഗമനം. ഈ 2 പേരിൽ വാഹനം ഓടിച്ചിരുന്നത് ഉമർ അഹമ്മദ് ആണെന്നാണ് ഇപ്പോൾ പോലീസ് ഏറെക്കുറെ സ്ഥിരീകരിച്ചിരുന്നത്. 6:50 ആയപ്പോഴത്തേക്കാണ് ഈ വാഹനം പാർക്കിംഗ് ഏരിയയിൽ നിന്നും ഇവിടുത്തെ, അതായത് ഈ തൊട്ട് മുന്നിൽ കാണുന്ന സിഗ്നലിലേക്ക് വാഹനം എത്തുന്നു. സിഗ്നൽ വാഹനം എത്തിയ ഉടൻ തന്നെ ബ്ലാസ്റ്റ് സംഭവിക്കുകയായിരുന്നു, പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന 2 പേരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വാഹനവുമായി ബന്ധപ്പെട്ട് മറ്റു വാഹനങ്ങളിൽ ഉണ്ടായിരുന്നവർക്കും ഇപ്പോൾ ജീവഹാനി സംഭവിച്ചിരിക്കുകയാണ്, അവർ മരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മരണസംഖ്യ 12 ആയിരിക്കുകയാണ്.
25ഓളം പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഈ 25നും 30നും ഇടയ്ക്കുള്ള ആൾക്കാർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. അതിൽ 6 പേരുടെ നില അതീവ ഗുരുതരമായി തന്നെ ഇപ്പോഴും തുടരുകയാണ്. പ്രത്യേകിച്ച് ഈ ലോഹ ശകലങ്ങളടക്കം ദേഹത്ത് പതിച്ചാണ് കൂടുതൽ പേർക്ക് പരിക്ക് പറ്റിയിരിക്കുന്നത്. നമ്മൾ രാവിലെ ഇവിടെ എത്തിയപ്പോൾ ഈ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ശരീരഭാഗങ്ങൾ വരെ ഈ പരിസരം, അതായത് 100 മീറ്റർ പരിധിയിൽ ശരീരഭാഗങ്ങൾ വരെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ കാണുന്നത് ഈ ലാൽ മന്ദിറാണ്. ഈ ലാൽ മന്ദിർ പരിസരത്ത് ഒരാളുടെ കൈയുടെ ഒരു ഭാഗം ഉണ്ടായിരുന്നു. അതിനുശേഷം വാഹനത്തിന്റെ ഡോറിന്റെ ഒരു ഭാഗം, വാഹനത്തിന്റെ മുൻവശത്തിന്റെ ഒരു ഭാഗം, അതായത് ഈ അപകടമുണ്ടായ ആ ഭാഗത്ത് നിന്നും ഏകദേശം 50 മീറ്റർ അല്ലെങ്കിൽ ഒരു 80 മീറ്ററോളം ദൂരത്തേക്ക് ഈ ശരീരഭാഗങ്ങൾ ഒപ്പം വാഹനത്തിന്റെ ഭാഗങ്ങളടക്കം ഇങ്ങോട്ടേക്ക് എത്തിയത്. അപ്പോൾ അത്ര ഭീകരമായിട്ടുള്ള ഒരു സ്ഫോടനമാണ് ഉണ്ടായത്. ഈ സ്ഫോടനത്തിന് IED ആണോ അല്ലെങ്കിൽ RDX ആണോ മറ്റെന്തെങ്കിലും സാധനമാണോ ഉപയോഗിച്ചത് എന്നുള്ളതിനെ പറ്റി കൃത്യമായി വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അത് ഇതുവരെ അന്വേഷണ സംഘം പുറത്തുവിട്ടിട്ടില്ല. പ്രത്യേകിച്ച് ഭീകരമായിട്ടുള്ള ഒരു സ്ഫോടനം രാജ്യത്തെ ഞെട്ടിച്ച ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുകയാണെങ്കിൽ അത് അന്വേഷണത്തെ ബാധിക്കും. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസമായിരുന്നു 7 പേരെ അറസ്റ്റ് ചെയ്തത്. അതിൽ 3 പേരെ ഗുജറാത്തിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ഇവർക്ക് ഭീകരവാദ മൊഡ്യൂളുമായി ബന്ധമുണ്ട്. കഴിഞ്ഞ 1 വർഷമായി ഇവർ നിരീക്ഷണത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു ഫരീദാബാദിൽ നിന്ന് അതോടൊപ്പം തന്നെ ഡൽഹി, ജമ്മു കാശ്മീർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് 4 പേരെ അറസ്റ്റ് ചെയ്തത്. ഇവർ ഡോക്ടർമാരാണ്. ഇവരുടെ പക്കൽ നിന്ന് 2900 കിലോഗ്രാം RDX, അതായത് അമോണിയം നൈട്രേറ്റ് അടക്കമുള്ള സാധനങ്ങൾ പിടിച്ചെടുത്തിരുന്നു. പിസ്റ്റളുകൾ, അതോടൊപ്പം തന്നെ തിരകൾ, അതോടൊപ്പം തന്നെ വോക്കി ടോക്കുകൾ, ലഘുലേഖകൾ അടക്കം ഇവരുടെ പക്കൽ നിന്ന്, ഗാഡ്ജറ്റുകളടക്കം ഇവരുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ ഫരീദാബാദ് മൊഡ്യൂളുമായിട്ട് ഉമർ അഹമ്മദിന് ബന്ധമുണ്ടെന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ NIAക്ക് വിടാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര ഏജൻസി. ശരി, സജു തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. ചെങ്കോട്ട സ്ഫോടനത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷം. സുരക്ഷാ വീഴ്ചയുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം രംഗത്തെത്തിയത്. സുരക്ഷാ വീഴ്ചയ്ക്ക് ഉത്തരവാദികളായവർ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു. കൃത്യമായ അന്വേഷണം വേണമെന്ന് രാഹുൽ ഗാന്ധിയും ഡൽഹിയുടെ സുരക്ഷയിൽ വിട്ടുവീഴ്ച അനുവദിക്കാനാവില്ലെന്ന് അരവിന്ദ് കെജ്രിവാളും പറഞ്ഞു. മുഴുസമയവും സുരക്ഷാ വലയത്തിലുള്ള ചെങ്കോട്ടയുടെ മുന്നിൽ എങ്ങനെ രാജ്യത്തെ നടുക്കിയ സ്ഫോടനമുണ്ടായെന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. ഭീകരവാദികൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമ്പോൾ ഇത്തരം അപകടങ്ങൾ മുൻകൂട്ടി കാണാൻ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് കഴിയാതിരുന്നത് എന്തുകൊണ്ടെന്ന ചോദ്യവും പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. സംഭവത്തിൽ സത്യസന്ധമായും ആഴത്തിലുള്ള അന്വേഷണം നടത്തണമെന്നും അന്വേഷണത്തിലൂടെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകാൻ കേന്ദ്രത്തിന് സാധിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ദുഃഖത്തിൽ പങ്കുചേരുന്നതായും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ എക്സിൽ കുറിച്ചു. സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും കഴിവുകെട്ട ആഭ്യന്തരമന്ത്രിയായിരിക്കും അമിത്ഷാ എന്ന് കർണാടക മന്ത്രി പ്രിയങ്ക ഖാർഗെ പറഞ്ഞു. സർക്കാരിന്റെ പരാജയമാണിതെന്നും ആഭ്യന്തരമന്ത്രി ഇന്നലെ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലായിരുന്നുവെന്നും UP കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് പറഞ്ഞു. RJD നേതാവ് തേജസ്വി യാദവ്, അഖിലേഷ് യാദവ്, അസദുദ്ദീൻ ഒവൈസി തുടങ്ങിയവരും കൃത്യമായ അന്വേഷണം ആവശ്യപ്പെട്ടു. അടുത്ത മാസം ആരംഭിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ വിഷയമുയർത്താനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. തൗഫീഖ് അസ്ലം, മീഡിയ 1, ഡൽഹി. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലും കർശന പരിശോധന. റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും ബോംബ് സ്ക്വാഡിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തുന്നത്. എയർപോർട്ടുകളിലും സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രതയിലാണ് കേരളവും. സംസ്ഥാനത്തെ മുഴുവൻ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും ആളുകൾ കൂടുന്ന മറ്റു പൊതുവിടങ്ങളിലും പരിശോധന തുടരുകയാണ്. തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ റെയിൽവേ സ്റ്റേഷനുകളിൽ ബോംബ് സ്ക്വാഡ് പരിശോധനയിൽ പങ്കെടുത്തു. മലപ്പുറം കളക്ടറേറ്റിലും പരിശോധന നടത്തി. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. വിമാനത്താവളങ്ങളിൽ അകത്തും പുറത്തുമുള്ള പരിശോധന വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എയർപോർട്ടുകളുടെ പരിസരത്ത് ഡ്രോൺ വരുന്നില്ലെന്ന് ഉറപ്പുവരുത്താനും നിർദ്ദേശമുണ്ട്. VIP ഏരിയ കേന്ദ്രീകരിച്ചും പരിശോധന നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറ്റു പ്രമുഖരും പങ്കെടുക്കുന്ന പരിപാടികളിലെയും സുരക്ഷാ പരിശോധന വർദ്ധിപ്പിച്ചു. തീവ്രവാദ വിരുദ്ധ പരിപാടികൾ ശക്തിപ്പെടുത്താനും QRT സംഘങ്ങളെ നിയോഗിക്കാനും സംസ്ഥാന പോലീസ് മേധാവിമാർക്ക് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി നിർദ്ദേശം നൽകിയിരുന്നു. മീഡിയ 1, തിരുവനന്തപുരം. ബീഹാറിൽ അവസാനഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 11 മണിവരെ 31.4% പോളിംഗ് രേഖപ്പെടുത്തിയത്. 20 ജില്ലകളിലെ 122 നിയോജക മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ്. സീമാഞ്ചൽ മേഖലയിലെ വോട്ടർ പട്ടികയിൽ നിന്നും വ്യാപകമായി വോട്ടർമാരെ ഒഴിവാക്കിയെന്ന പരാതിയും ഉയരുന്നു. 3,70,00,000 വോട്ടർമാർ 1302 സ്ഥാനാർത്ഥികളുടെ വിധിയാണ് ഇന്ന് നിശ്ചയിക്കുന്നത്. തുടക്കത്തിൽ പല ബൂത്തുകളിലും മന്ദഗതിയിലായിരുന്നു പോളിംഗ്. പിന്നീട് കുതിച്ചുയരുന്ന കാഴ്ചയാണ്. एजुकेशन से ही बिहार आगे बढ़ेगा, ताकि अगर एजुकेशन हो, यहाँ स्कूल हो, अच्छी कॉलेज हो, यूनिवर्सिटी हो, तो बिहार के लोगों को बाहर नहीं जाना पड़ेगा, या फिर कमाने के लिए हो या फिर पढ़ने के लिए हो. अभी बिहार के बच्चे बाहर जाते हैं, वहाँ पे वैल्यू नहीं होता है. കഴിഞ്ഞ നിയമസഭയിലും ലോക്സഭയിലും വോട്ട് ചെയ്ത പലരും SIRന് ശേഷം പട്ടികയ്ക്ക് പുറത്താണ്. पहले बहुत गिराए थे, पहले 2 बार गिराए, इस बार है ना
नाम छट गया, इस बार नहीं गिरा सका। കിഷൻഗഞ്ച്, പൂർണിയ, അരാരിയ, കട്ടിഹാർ എന്നീ ജില്ലകൾ ഉൾപ്പെടുന്ന സീമാഞ്ചൽ മേഖലയിലെ ജനവിധി ജയപരാജയങ്ങളെ നിശ്ചയിക്കുന്നതിൽ പ്രധാന ഘടകമാണ്. കഴിഞ്ഞ തവണ 15 സീറ്റുകൾ 3000-ൽ താഴെ വോട്ടിനാണ് ഈ മേഖലയിൽ വിജയിച്ചത്. 3 സീറ്റുകൾ 1000-ൽ താഴെ വോട്ടിനും. അതുകൊണ്ട് തന്നെ ഇരു മുന്നണികൾക്കും ജീവൻ മരണ പോരാട്ടമാണ് ഇന്നത്തെ വോട്ടെടുപ്പ്. കിഷൻഗഞ്ചിൽ നിന്നും അതുൽ ചന്ദ്രനൊപ്പം ഡി ധരസുമോദ്, മീഡിയ 1, ബീഹാർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെ സംസ്ഥാനത്ത് സജീവമായി സ്ഥാനാർത്ഥികൾ. ത്രികോണ മത്സരത്തിന്റെ പ്രതീതിയാണ് സംസ്ഥാനത്തുടനീളം. ഇന്നും നാളെയുമായി മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് മുന്നണികൾ. VVIPകളെ കൂടി ഉൾപ്പെടുത്തിയാണ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDF BJP സ്ഥാനാർത്ഥി പട്ടിക. യുവാക്കളും പരിചയസമ്പന്നരുമെല്ലാം പട്ടികയിൽ ഇടം പിടിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെ എല്ലാവരും പ്രചാരണത്തിൽ സജീവം. നല്ല റെസ്പോൺസ് ഉണ്ട്. ജനങ്ങളൊക്കെ നല്ല രീതിയിൽ മാറ്റം വരണം എന്ന് തന്നെയാണ് അവരുടെ ചിന്ത. ഇത്തവണ മാറി ചിന്തിക്കുകയാണ്, മാറ്റം വരണം, ഈ ഭരണഘടനയിൽ നിന്ന് മാറണം എന്നാണ് അവരുടെയും ചിന്ത. അഴിമതിയുടെ കേന്ദ്ര ബിന്ദുവാക്കി മാറ്റുന്ന കോർപ്പറേഷൻ നിലപാടുകൾ മാറണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും അതിനനുസരിച്ച് വോട്ട് ചെയ്യും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ LDFും സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. വമ്പൻ പേരുകളില്ലെങ്കിലും പ്രാദേശിക നേതാക്കൾക്കാണ് LDF ഇത്തവണ പരിഗണന നൽകിയത്. നമുക്ക് വികസനമാണ് ആവശ്യം. സ്വാഭാവികമായിട്ട് ജനങ്ങൾ അതിനോടൊപ്പം നിൽക്കുകയുള്ളൂ. ഈ കാലഘട്ടം അങ്ങനത്തെ ഒരു കാലഘട്ടം ആണ് എന്നുള്ളതാണ്. LDF സ്ഥാനാർത്ഥികൾ കൂടി കളം നിറഞ്ഞതോടെ സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ത്രികോണ മത്സരത്തിന്റെ പ്രതീതി. ബാക്കിയുള്ള ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ തിരക്ക് പിടിച്ച ചർച്ചയിലാണ് 3 മുന്നണികളും. തർക്കങ്ങൾ പരിഹരിച്ച് ഇന്നും നാളെയുമായി മുഴുവൻ സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങും. മീഡിയ 1, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് BJPയെ ചിത്രത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് കെ മുരളീധരൻ മീഡിയ 1നോട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരം തിരിച്ചുപിടിക്കും. കോൺഗ്രസിൽ ഒരു അപശബ്ദവുമില്ല. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട പരമ്പരാഗത വോട്ടുകൾ ഇക്കുറി തിരിച്ചുവരും. സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണെന്നും മീഡിയ 1 തെരഞ്ഞെടുപ്പ് അഭിമുഖ പരിപാടിയായ നേതാവ് നിലപാടിൽ മുരളീധരൻ പറഞ്ഞു. ഇത്തവണ BJP പിക്ചറിൽ നിന്ന് മിക്കവാറും ഔട്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് UDF ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. LDFിൽ നിന്ന് ഭരണം തിരിച്ചു പിടിക്കുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. അതെല്ലാം കഴിയുന്നത്ര പരിഹരിച്ചുകൊണ്ട് UDFനെ ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഇത്തവണത്തെ ഗവൺമെൻറ്റിൻ്റെ പല പ്രഖ്യാപനങ്ങളും എലക്ഷൻ സ്റ്റണ്ട് മാത്രമാണ് എന്നുള്ള ഫീലിംഗ് സാധാരണ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. കിറ്റ് കൊടുത്ത് വോട്ട് കിട്ടിയതുപോലെ ഇത്തവണ സംഭവിക്കില്ല. ജനത്തിന് യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് കോൺഗ്രസിൽ വിമത ശബ്ദമുയർത്തിയവരെ തള്ളി DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ. കൌൺസിലറുടെ രാജിയോ ചാലപ്പുറത്തെ പ്രതിഷേധമോ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കില്ലെന്ന് പ്രവീൺകുമാർ. കോൺഗ്രസിന് കോഴിക്കോട് മേയർ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ കണ്ണൂർ കോർപ്പറേഷനിലെ UDF സീറ്റ് വിഭജനം ഇപ്പോഴും പ്രതിസന്ധിയിലാണ്. കോൺഗ്രസിന്റെ കോർപ്പറേഷൻ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു മുൻപാണ് പാർട്ടിയിൽ പൊട്ടിത്തെറി നടന്നത്. നടക്കാവ് കൌൺസിലർ അൽഫോൺസ രാജിവെച്ചു. ചാലപ്പുറം വാർഡ് CMPക്ക് നൽകിയതിൽ പ്രതിഷേധവുമായി ചാലപ്പുറം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ രാജി ഭീഷണി മുഴക്കി. എന്നാൽ ഇതൊന്നും തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കില്ല എന്ന് DCC അധ്യക്ഷൻ K പ്രവീൺകുമാർ പറഞ്ഞു. ഘടകകക്ഷിക്ക് സീറ്റ് നൽകിയതിനെ എതിർക്കുന്നവർ നല്ല പാർട്ടിക്കാരല്ല എന്നും അദ്ദേഹം മീഡിയ 1നോട് പറഞ്ഞു. ചെറിയ ശബ്ദങ്ങൾ, ആരുടെയൊക്കെ രാജി, അതൊന്നും ഇവിടെ കോൺഗ്രസ് ഒരു പ്രശ്നമാക്കുന്നില്ല. കോൺഗ്രസ് അടിത്തട്ടിൽ നിന്നും അഭിപ്രായങ്ങൾ വാങ്ങി മേൽത്തട്ടിലെ ജില്ലയിലെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ഒരുമിച്ചിരുന്നാണ് എല്ലാ തീരുമാനം എടുക്കുന്നത്. അങ്ങനെ എടുക്കുന്ന തീരുമാനത്തിനെതിരെ ആര് അപശബ്ദമുയർത്തിയാലും അവർ പാർട്ടിക്കാരല്ല. കോഴിക്കോട് കോൺഗ്രസിന് മേയർ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നും K പ്രവീൺകുമാർ. എന്നാൽ VM വിനുവാണോ മേയർ സ്ഥാനാർത്ഥി എന്ന ചോദ്യത്തിൽ നിന്നും DCC പ്രസിഡന്റ് ഒഴിഞ്ഞുമാറി. സംവിധായകൻ VM വിനുവിന്റെ പേരൊക്കെ കേൾക്കുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഇതിനൊരു സർപ്രൈസ് ഉണ്ടോ? ആരോ ആവട്ടെ. അതേസമയം കണ്ണൂർ കോർപ്പറേഷനിലെ UDF സീറ്റ് വിഭജനം പ്രതിസന്ധിയിലാണ്. 3 വട്ടം നടന്ന ചർച്ചയിലും തീരുമാനമായില്ല. സമവായത്തിന് സംസ്ഥാന നേതൃത്വത്തെ ഇടപെടുത്താനാണ് നീക്കം. ലീഗിന്റെ അവകാശവാദത്തെ തടയാൻ DCC നിബന്ധനകളും വെച്ചിട്ടുണ്ട്. മീഡിയ 1, കോഴിക്കോട്. കൊല്ലം കോർപ്പറേഷനിൽ NDA ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 21 ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് മുതിർന്ന BJP നേതാവ് കുമ്മനം രാജശേഖരൻ പ്രഖ്യാപിച്ചത്. BJP സംസ്ഥാന വക്താവ് കേണൽ S. ഡിന്നി വടക്കേവിളയിൽ മത്സരിക്കും. 2 ദിവസത്തിനുള്ളിൽ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുമെന്ന് ജില്ലാ നേതൃത്വം അറിയിച്ചു. LK അദ്വാനിയെ പുകഴ്ത്തിയതിൽ ശശി തരൂർ MPയെ തള്ളി K മുരളീധരൻ. അദ്ദേഹത്തിന്റെ പരാമർശത്തോട് അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് K മുരളീധരൻ മീഡിയ 1നോട് പറഞ്ഞു. പരാമർശങ്ങൾ കേന്ദ്ര നേതൃത്വവും തള്ളിക്കളഞ്ഞിട്ടുണ്ട്.
അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെ പാർട്ടിയുടെ ദേശീയ നേതൃത്വം തന്നെ തള്ളി പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും ബാധിക്കാൻ പോകുന്നില്ല. കാരണം ഇത് പ്രവർത്തകരുടെ ഇലക്ഷനാണ്. അതുകൊണ്ട് അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും അദ്ദേഹത്തിനെ പോലുള്ളവരുടെ ചില അഭിപ്രായങ്ങൾ അതിനോട് ഞങ്ങൾക്ക് ആർക്കും യോജിപ്പില്ല. അതൊന്നും ജനങ്ങളെ സ്വാധീനിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരുന്ന തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒരിക്കലും അദ്ദേഹത്തിനെ മാറ്റി നിർത്തില്ല. കാരണം അദ്ദേഹം കോൺഗ്രസിൻ്റെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിന് പല അഭിപ്രായങ്ങളോടും ഞങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിലും അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സേവനം പരമാവധി ഞങ്ങൾ പ്രയോജനപ്പെടുത്തും. പാലക്കാട് അട്ടപ്പാടിയിൽ പണി തീരാതെ കിടക്കുന്ന 1000-ഓളം വീടുകളാണുള്ളത്. വിവിധ പദ്ധതികൾ വഴി നൽകിയ വീടുകളാണ് ഫണ്ടിന്റെ അപര്യാപ്തത മൂലം പാതി വഴിയിൽ പണി നിലച്ചു കിടക്കുന്നത്. ITDPയുടെ പദ്ധതി വഴി നൽകിയ വീടുകളാണ് കൂടുതലായി മുടങ്ങിക്കിടക്കുന്നത്. മിഴവൺ അന്വേഷണ പരമ്പര തുടങ്ങുന്നു. പാതി വഴിയിൽ നിലച്ച സ്വപ്നങ്ങൾ. ഇത് കാടിനുള്ളിലെ ഏതെങ്കിലും ഉപേക്ഷിക്കപ്പെട്ട പഴയ കെട്ടിടമല്ല. ഇത് അട്ടപ്പാടിയിലെ ITDP ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന കെട്ടിടമാണ്. ഫണ്ട് പൂർത്തിയാകാത്തത് കൊണ്ട് ഈ രീതിയിൽ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇതുപോലുള്ള നിരവധി വീടുകൾ അട്ടപ്പാടിയിലുണ്ട്. 2016 മുതൽ ITDP വഴി നൽകിയ നിരവധി വീടുകളാണ് മേൽക്കൂരയില്ലാതെ ഈ രീതിയിൽ കിടക്കുന്നത്. ATSP പദ്ധതി വഴി നൽകിയ വീടുകളും TSP പദ്ധതി വഴി നൽകിയ വീടുകളും പണി തീരാതെ പാതി വഴിയിൽ നിലച്ചു കിടക്കുകയാണ്. ആദ്യം കുറച്ച് പണം തരും, തന്നിട്ട് പിന്നെ രണ്ടാമത്തെ ബില്ല് മാറുമ്പോൾ ചോദിക്കുമ്പോൾ പിന്നെ കയറ്റിവിടാന്ന് പറയും. നമ്മൾ പിന്നെ കയറ്റി നോക്കുമ്പോൾ അക്കൗണ്ടിൽ പൈസ ഇല്ല. പിന്നെ എങ്ങനെ സാർ നമ്മൾ ചെയ്യും? ഹഡ്കോയിൽ നിന്നും ITDP വായ്പ എടുത്ത് നൽകിയ വീടുകളുടെ അവസ്ഥയും ഇത് തന്നെ. മിക്ക പദ്ധതികൾ വഴിയും 3.5 ലക്ഷം രൂപയാണ് ഉപഭോക്താക്കൾക്ക് നൽകിയിരുന്നത്. ഇതുകൊണ്ട് പണി പൂർത്തിയാക്കാൻ കഴിയില്ല. വിദൂര സ്ഥലങ്ങളിൽ നിന്നും സാധനങ്ങൾ എത്തിക്കാൻ തന്നെ വലിയ തുക ചിലവ് വരും. ഫസ്റ്റ് കിട്ടുമ്പോൾ 52 കിട്ടി, തറ കെട്ടി വെറ്റും പാർത്ത് കൊടുക്കണം. 52 കൊണ്ട് ഇപ്പോൾ മറ്റേ ITDP ചോദിച്ച് പറഞ്ഞപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ സ്വന്തം പൈസ കൊണ്ട് ചെയ്തിട്ട് അടുത്ത ബില്ല് കയറി തരാം. അങ്ങനെയൊക്കെ ITDPന്ന് സാറുമാർ പറയണേ. നമ്മളപ്പോൾ ഇതൊക്കെ കാര്യം എന്ത് ചെയ്യാൻ പറ്റും? ലൈഫ് പദ്ധതിയിൽ നിന്നും ആദ്യഗഡു ലഭിച്ച തുക കൊണ്ട് തങ്ങൾക്ക് പണി ചെയ്യാൻ കഴിഞ്ഞില്ലെന്നാണ് കഴിഞ്ഞ ദിവസം വീട് തകർന്ന് മരിച്ച കുട്ടികളുടെ അമ്മ പറയുന്നത്. ലൈഫ് മിഷനിൽ പാസ്സായി 50 കിട്ടി, അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ബിൽറ്റ് വാർക്കാനുള്ള പൈസ ഒന്നും തികഞ്ഞില്ല. പഴകിയ കെട്ടിടങ്ങൾ അട്ടപ്പാടിയിലെ മിക്ക ആദിവാസി ഉന്നതികളിലും സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുണ്ട്. വിവിധ പദ്ധതികൾ വഴി ആദിവാസികളുടെ ഭവന നിർമ്മാണത്തിനായി കോടികൾ ചിലവഴിച്ചിട്ടും ആദിവാസികൾ ഭവനരഹിതരായി തന്നെ തുടരുകയാണ്. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്. വാർത്തയിലേക്ക്. തിരുവനന്തപുരം മ്യൂസിയം വളപ്പിൽ തെരുവ് നായ ആക്രമണം. പ്രഭാത നടത്തത്തിനെത്തിയ 5 പേർക്ക് കടിയേറ്റു. മ്യൂസിയം വളപ്പിലെ നായകൾക്ക് ഉടൻ പ്രതിരോധ വാക്സിൻ നൽകുമെന്ന് വെറ്റിനറി ഡോക്ടർ നികേഷ് കിരൺ മീഡിയ വണിനോട് പറഞ്ഞു. മ്യൂസിയത്തിലെത്തുന്നവരെ ആശങ്കയിലാക്കുന്നതാണ് തെരുവ് നായ ശല്യം. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് പുറത്തുനിന്നും അക്രമാസക്തനായ തെരുവുനായ മ്യൂസിയം വളപ്പിലേക്ക് ഓടിക്കയറിയത്. പ്രഭാത സവാരിക്കെത്തിയ ആളുകളെയും മ്യൂസിയം വളപ്പിലെ നായകളെയും തെരുവുനായ ആക്രമിച്ചു. ആക്രമണത്തിൽ 5 പേർക്ക് കടിയേറ്റു. ഇവർ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. മ്യൂസിയം വളപ്പിലെ പട്ടികൾക്ക് കടിയേറ്റതും ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ഈ ഭ്രാന്ത് പിടിച്ചല്ലേ വരുന്നത്, അതിനെ ആരൊന്നൊന്നുമില്ല. ഈ പോണവരെ മുഴുവൻ ചുമ്മാ കടിക്കുകയാണ്. അതിങ്ങനെ അലഞ്ഞു നടക്കുന്നത്. ഇനിയിപ്പം പേടിക്കേണ്ടത് ഇവിടെ സ്ഥിരമുള്ള നായ്ക്കളെയും കടിച്ചളഞ്ഞു. എന്നാൽ തെരുവുനായയെ പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കടിച്ച നായ്ക്ക് പേവിഷബാധയുണ്ടെന്ന് സംശയമുണ്ട്. നായയുടെ മൃതദേഹം പാലോട് SIEDയിൽ റാബിസ് ടെസ്റ്റ്, പോസ്റ്റ്മോർട്ടം എന്നിവയ്ക്കായി അയച്ചു. കടികിട്ടിയ എല്ലാ പട്ടികൾക്കും വാക്സിൻ എടുക്കുക എന്നുള്ളതാണ്. വാക്സിൻ നമ്മുടെ നിലയിൽ ചെയ്യണോ അതോ കോർപ്പറേഷൻ എന്നുള്ള വാക്സിനേഷൻ ടീം ഒന്ന് ചെയ്യണോ എന്നുള്ളത് ഇന്ന് ഡയറക്ടർ മീറ്റിംഗ് കൂടിയതിനു ശേഷം തീരുമാനിക്കുള്ളൂ. മ്യൂസിയം ഭാഗത്ത് തെരുവുനായ്ക്കളുടെ രൂക്ഷമായ ശല്യമുണ്ടെന്നും എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നും ആളുകൾ പറയുന്നു. മീഡിയ 1, തിരുവനന്തപുരം. കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥികൾക്ക് നേരെ ലൈംഗികാതിക്രമം. ദേശമംഗലം സ്വദേശിയായ കനകകുമാർ എന്ന അധ്യാപകനെതിരെയാണ് പരാതി. വിദ്യാർത്ഥികളുടെ പരാതിയെ തുടർന്ന് ഇയാൾക്കെതിരെ ചെറുതുരുത്തി പോലീസ് പോക്സോ കേസെടുത്തു. അധ്യാപകനെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതായി കലാമണ്ഡലം അറിയിച്ചു. വിദ്യാർത്ഥികളുടെ പരാതിക്ക് പിന്നാലെ പ്രാഥമിക അന്വേഷണം നടത്തിയ കലാമണ്ഡലം പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു. തുടർന്നാണ് പോലീസിന് പരാതി കൈമാറിയത്. ബോളിവുഡ് താരം ധർമ്മേന്ദ്ര അന്തരിച്ചെന്ന വാർത്ത തള്ളി കുടുംബം.
വാർത്ത കയ്യിൽ നിന്ന് നൽകരുതെന്ന് ധർമ്മേന്ദ്രയുടെ മകൾ ഇഷ ഡിയോൾ സമൂഹമാധ്യമങ്ങളിൽ അറിയിച്ചു. ക്ഷമിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് മാധ്യമങ്ങൾ നൽകുന്നതെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ഹേമമാലിനി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 87 വയസ്സുള്ള താരം മുംബൈ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ ശ്വാസതടസ്സത്തെ തുടർന്ന് ചികിത്സയിലാണ്. പിതാവ് ആരോഗ്യത്തോടെ മടങ്ങിവരുമെന്ന് ഇഷ ഡിയോൾ പറഞ്ഞു. ധർമ്മേന്ദ്ര മരിച്ചെന്ന് ദേശീയ മാധ്യമങ്ങളാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. US സർക്കാരിന്റെ അടച്ചുപൂട്ടൽ അവസാനിപ്പിക്കാനുള്ള ബിൽ സെനറ്റിൽ പാസായി. 2 ദിവസം നീണ്ട മാരത്തൺ വോട്ടെടുപ്പിനൊടുവിലാണ് ബിൽ സെനറ്റ് കടന്നത്. പ്രതിസന്ധി അവസാനിപ്പിക്കണമെങ്കിൽ ജനപ്രതിനിധി സഭ കൂടി പാസാക്കണം.